ഗലാട്ട ബ്രിഡ്ജാണിത്. അപ്പോൾ കാരക്കോയ് സ്റ്റേഷൻ ഈ ഗലാട്ട ബ്രിഡ്ജിലാണ്. ഗലാട്ട ബ്രിഡ്ജ് ചെന്നെത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും ഗലാട്ട ടവറിൻ്റെ ഭാഗത്തേക്കാണ്. അവിടെ നമുക്ക് ദൂരെ കാണാം ഗലാട്ട ടവർ. അപ്പം മറ്റൊരു മലകയറ്റമാണ്. നമ്മൾ കാരക്കോയ് സ്റ്റേഷനിൽ വന്നിറങ്ങി ഇങ്ങനെ ഒരു വളരെ കുത്തനെയുള്ള ഒരു വഴി അതിലെ നടന്നാണ് ഗലാട്ട ടവറിലേക്ക് എളുപ്പത്തിലെത്താവുന്നത്. വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു പാത്താണ്. ഇത്രയും കുത്തനെ ഇറക്കത്തിൽ കൂടെയൊക്കെയാണ് ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. രസകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. ഗലാട്ട ടവർ ഒരു ഉയർന്ന പ്രദേശത്താണ് നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഈ റോഡ് ഇത്രയധികം സ്റ്റീപ്പായിട്ട് പോകുന്നത്. അങ്ങനെ ഗലാട്ട ടവറിൻ്റെ ചുവട്ടിലെത്തിയിരിക്കുകയാണ്. ഇസ്താൻബുൾ നഗരത്തിൻ്റെ കാവൽ ഗോപുരം എന്ന് വേണമെങ്കിൽ പറയാം. കാലങ്ങൾക്ക് മുമ്പ് ഇസ്താൻബുൾ നഗരത്തിൻ്റെ സംരക്ഷണ ചുമതലയുള്ള ഭടന്മാരും മറ്റുമൊക്കെ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്നായിരുന്നു ഈ ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ വളരെ ദൂരെ നിന്നും ബോസ്ഫറസ് കടലിൽ കൂടെയൊക്കെ വരുന്ന ശത്രുക്കളെയൊക്കെ കാണുവാൻ സാധിച്ചിരുന്നു. അപ്പം അതനുസരിച്ചിട്ട് മുൻകരുതലുകൾ എടുക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇവിടെ വളരെ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടക്കുകയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് തൽക്കാലം പ്രവേശനമില്ല, നിർമ്മാണ ജോലികൾ പൂർത്തിയാകുന്നത് വരെ. ഇതാണ് ഗലാട്ട ടവർ. ഇത് ടെമ്പററിലി ക്ലോസ്ഡ് ആയതിനാൽ ഇവിടേക്ക് സന്ദർശകർക്കും പ്രവേശനമില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇസ്താൻബുളിൻ്റെ മറ്റു കാഴ്ചകളിലേക്ക്, പ്രത്യേകിച്ച് ടാക്സിം സ്ക്വയറിലേക്ക്, ഇസ്തിക്ലാൽ സ്ട്രീറ്റിലേക്ക് ഒക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഗലാട്ട ടവറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇസ്തിക്ലാൽ സ്ട്രീറ്റിലേക്ക് പോകണമെങ്കിൽ ഗലാട്ട ടവറിൽ നിന്ന് ഒരു 400 മീറ്റർ താഴേക്ക് ഈ വഴിയെ നടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇസ്തിക്ലാൽ സ്ട്രീറ്റ് തുടങ്ങുന്ന ഭാഗത്ത് എത്തിച്ചേരാം. വളരെ മനോഹരമായ ഒരു സ്ട്രീറ്റാണിത്. ഈവനിങ് ടൈം ആയപ്പോഴേക്കും പുറത്തൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കൂടിച്ചേരാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇസ്തിക്ലാൽ സ്ട്രീറ്റിലേക്കാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നൈറ്റ് ലൈഫ് ടർക്കിയിൽ എങ്ങനെയാണെന്നുള്ളതും നമുക്കിവിടെ കാണാം. റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ ഉള്ളിലിരുന്ന് കഴിക്കുന്നതിനേക്കാളും ഇവരൊക്കെ കൂടുതൽ ഇവരെ പ്രിഫർ ചെയ്യുന്നതും എൻജോയ് ചെയ്യുന്നതും തീർച്ചയായിട്ടും ഇതുപോലെ ഈ സ്ട്രീറ്റുകളുടെ രണ്ട് ഭാഗത്തുമായി ഫുട്പാത്തുകളിൽ ഓപ്പൺ എയറിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് യൂറോപ്പിലുടനീളം ഉള്ള ഒരു പ്രാക്ടീസാണ്. യൂറോപ്പിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും, അത് ടർക്കിയിലെന്നല്ല വെസ്റ്റേൺ യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനെ ഒരു പ്രാക്ടീസാണ് മിക്ക സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നത്. മനോഹരമായൊരു സ്ട്രീറ്റാണ്. ഇത് ഇറക്കമായതിനാൽ നമുക്ക് 400 മീറ്റർ പതുക്കെ നടന്നു പോയാൽ മതിയാവും. അപ്പോൾ ഇവിടുന്ന് ഇനി വലത്ത് തിരിഞ്ഞു പോകണം. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റീപ്പായിട്ടുള്ള കുത്തനെയുള്ള ഒരു റോഡ് കയറി അങ്ങനെ മുമ്പോട്ട് വന്ന് ട്യൂണൽ സ്ക്വയർ എന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത്. ട്യൂണൽ സ്ക്വയർ, ടണൽ സ്ക്വയർ അല്ല, ട്യൂണൽ സ്ക്വയർ. ഇവിടുന്ന് വലത്ത് തിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ട്യൂണൽ സ്ക്വയർ ആവും. അപ്പോൾ ആ ട്യൂണൽ സ്ക്വയർ അവിടെ നിന്നുമാണ് ഇസ്തിക്ലാൽ സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വ്യത്യസ്തമായ കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ട്യൂണൽ സ്റ്റേഷൻ. ആക്ച്വലി ഇവിടെ മെട്രോ സ്റ്റേഷനുണ്ട്. ഇനി നമ്മൾ ഇസ്തിക്ലാൽ സ്ട്രീറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇസ്തിക്ലാൽ സ്ട്രീറ്റ് ചെന്ന് അവസാനിക്കുന്നത് ടാക്സിം സ്ക്വയറിലേക്കാണ്.
ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിച്ച് കണ്ട് നടന്നു പോവാം. ഇസ്തിക്ലാൽ സ്ട്രീറ്റ് തീർച്ചയായിട്ടും മനോഹരമായ ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു ഈവനിങ് ടൈം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം. നീറോ കഫേ വലിയ റെസ്റ്റോറൻ്റാണ് ആ ഭാഗത്ത്. ഇത് തീർച്ചയായിട്ടും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരിക്കണം. അതിലൊന്ന് കയറി നോക്കിയിട്ട് നമുക്ക് നടത്തം തുടരാം. മനോഹരമായ ഒരു കോംപ്ലക്സ് ആണ് ഇത്. റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ നമുക്ക് കൂടുതലായും കാണുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ ഒരു കോംപ്ലക്സ് ആണ് ഇസ്തിക്ലാൽ സ്ട്രീറ്റിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഈറ്ററീസ് കാണാൻ സാധിക്കും. മനോഹരമായൊരു സ്ഥലം. അപ്പോൾ എങ്ങനെയാണ് ടർക്കിയിലൊക്കെ ഉള്ളവർ അവരുടെ ഈവനിങ്ങുകൾ, രാത്രികൾ ഒക്കെ ചിലവഴിക്കുന്നതെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. തെരുവ് നിറഞ്ഞൊഴുകിയാണ് ജനങ്ങൾ. ശരിക്കും ഇസ്താൻബുളിൽ ഏത് ഭാഗത്ത് ചെന്നാലും ഒരുപാട് ടൂറിസ്റ്റുകളുടെ പെരുമഴയെന്ന് പറയുന്നത് പോലെയാണ് എവിടെ ചെന്നാലും, ഏത് സ്ട്രീറ്റിൽ ചെന്നാലും. അത് പ്രാധാന്യമുള്ള സ്ട്രീറ്റുകളായാലും പ്രാധാന്യമില്ലാത്ത ചെറിയ സ്ട്രീറ്റുകളൊക്കെ ആയാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ടൂറിസമൊക്കെ എങ്ങനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്ന് എങ്ങനെ ഓരോ രാജ്യങ്ങളും അല്ലെ ഭരണകൂടങ്ങളും ഒക്കെ എഫിഷ്യൻ്റായ രീതിയിൽ പ്ലാൻ ചെയ്ത് അതൊക്കെ എങ്ങനെ നടപ്പാക്കുന്നു എന്നൊക്കെയുള്ളത് നമുക്കിവിടെയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു വ്യത്യസ്തമായ ഒരു ട്രാം കാണാം. ഇത് ഒരു വലിയ അട്രാക്ഷനാണ്. ഹിസ്റ്റോറിക് ട്രാം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഹിസ്റ്റോറിക് ട്രാം അതിവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതിലെ യാത്ര വളരെ രസകരമായിരിക്കും. ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് ടൂറിസം ഇവിടെ വളരെയധികം പരിപോഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ സ്ട്രീറ്റിന് പറയുന്നത് പോലും ഹിസ്റ്റോറിക് സ്ട്രീറ്റ് എന്നാണ് ആക്ച്വലി. ഇസ്തിക്ലാൽ സ്ട്രീറ്റിൻ്റെ ഈ ഭാഗത്തിന് തെരുവുകളുടെ രണ്ട് ഭാഗത്തും ഈവനിങ് ടൈമൊക്കെ ആകുമ്പോഴേക്ക് ആൾക്കാർ ഭക്ഷണം കഴിക്കാനും മറ്റുമായിട്ടൊക്കെ നിരന്നിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എവിടെ നോക്കിയാലും. ഇവിടെ എല്ലാം റെസ്റ്റോറൻറ്റുകളും അതല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളും ഒക്കെയാണ് കൂടുതലായിട്ടും ഈ ഭാഗത്തൊക്കെ കാണുന്നത്. ഒരു നൈറ്റ് ലൈഫിന് ഏറ്റവും പറ്റിയൊരു ഭാഗമാണ് ഇസ്തിക്ലാൽ സ്ട്രീറ്റ്. ഇസ്തിക്ലാൽ സ്ട്രീറ്റിലെ സ്വീറ്റ് ഷോപ്പുകൾ വളരെ കൗതുകമുണർത്തുന്ന സ്വീറ്റ്സ് ഒക്കെയാണ് ഇവിടെ നിരന്നിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള സ്വീറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ വാങ്ങിക്കണമെന്ന് തോന്നും. അടിപൊളി അല്ലേ? കൈയിട്ട് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ വാരി എടുക്കുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഷോപ്പൊക്കെ ഇപ്പോൾ ക്ലോസ്ഡാണ്, ടൈം കഴിഞ്ഞു. സെയിൻറ്റ് ആൻ്റണി കാത്തലിക് ചർച്ച് ഓക്കെ ഇപ്പോൾ ക്ലോസ്ഡാണ്. മനോഹരമായ ഒരു പള്ളിയാണ്. സെയിൻറ്റ് ആൻ്റണീസ് കാത്തലിക് ചർച്ച്. അങ്ങനെ ഇസ്തിക്ലാൽ സ്ട്രീറ്റിൽ ഒരു പള്ളി കണ്ടു.
ഒരു ക്രിസ്ത്യൻ ചർച്ച്. സഞ്ചാരികളുടെ ബാഹുല്യമാണ് എവിടെ നോക്കിയാലും. അങ്ങനെ നമ്മൾ നടന്ന് ഇസ്തിക്ലാൽ സ്ട്രീറ്റിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുകയാണ്. ഏകദേശം 2 കിലോമീറ്ററിന് മുകളിലുണ്ട് ഈ സ്ട്രീറ്റ്. ഇന്ന് പാം സൺഡേ ആണ്. അപ്പോൾ ചർച്ചിൽ നിന്നും ഒരു കുരുത്തോലയുമായി നടന്നു പോകുന്ന ഒരു സ്ത്രീയെ ഇവിടെ കാണാം ഈ തെരുവിൽ കൂടെ. ഒരു വേറിട്ട കാഴ്ച തന്നെയാണ്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ തെങ്ങിൻ്റെ ഓല ഇവിടെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ പനയുടെ ഒരു കുരുത്തോലയുമായിട്ടാണ് ഈ പാം സൺഡേയിൽ അവർ നടന്നു പോകുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ നല്ല ഷോപ്പുകളൊക്കെ ഉണ്ട്. നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ബൈ 1 get 1 ഫ്രീ ഓഫേഴ്സൊക്കെ നടക്കുന്നു. നല്ല തിരക്കാണെന്ന് പറഞ്ഞാൽ മതി. ഈ സ്ട്രീറ്റുകളിലൊക്കെ ഏത് സമയത്തും നല്ല തിരക്കാണ്. ഇതെല്ലാം മുമ്പ് പറഞ്ഞതുപോലെ ടൂറിസ്റ്റുകൾ തന്നെയാണെന്നുള്ളതാണ്. ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും വരുന്ന ടൂറിസ്റ്റുകൾ. പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ബിൽഡിംഗ് റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ സ്ട്രീറ്റിൽ ഉടനീളം. കിലോമീറ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിലേക്ക് നടക്കുമ്പോൾ നമ്മൾ ആ ക്ഷീണം അറിയുന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല കാഴ്ചകളാണ്. വ്യത്യസ്തമായ ഒരു തെരുവ്, അതാണ് ഇസ്തിക്ലാൽ സ്ട്രീറ്റ്. തീർച്ചയായിട്ടും ഇസ്താൻബുളിലൊക്കെ വരുന്നവർ ഈ ഭാഗങ്ങളിലൊക്കെ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ടത് തന്നെയാണ്. ഇതുവഴിയൊക്കെ ഒരിക്കലെങ്കിലും നടന്നു പോയില്ലെങ്കിൽ ഇസ്താൻബുളിൽ എത്തിയതിന് ശേഷം ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ വിസിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. Papa took the same guy is there and walking out. I can't take so much conversation. എത്ര കളർഫുള്ളാണ് ഇവിടെയൊക്കെ എന്നുള്ളതാണ്. വളരെ കളർഫുള്ളായിട്ടുള്ള കാഴ്ചകൾ. ടർക്കിഷ് സ്വീറ്റുകളുടെയൊക്കെ ഒരു ഷോപ്പാണ്. നല്ല തിരക്കാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഷോപ്പുകളൊക്കെ ഈ സമയവും വളരെ സജീവമായി തുറന്ന് പ്രവർത്തിക്കുകയാണ്. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സമയം ഇവിടെയൊക്കെ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം സമയം 7:30 മണി, ഈവനിങ് 7:30 അടുത്തിരിക്കുകയാണ്. എന്നിട്ടും ഇവിടെയൊക്കെ വലിയ തിരക്കാണെന്ന് പറയാം. എല്ലാ തരത്തിലുള്ള ഷോപ്പുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയ ബ്രാൻഡുകളും ഒക്കെ ഉൾപ്പെടെയുള്ള ഷോപ്പുകൾ. ഇതൊരു ഷോപ്പിംഗ് മോളാണ്. ഇവിടെ പ്രവേശനമൊക്കെ മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നുണ്ട്. ആരും അവിടേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ടാക്സിം സ്ക്വയറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വെറും കുറച്ച് മീറ്ററുകൾ മാത്രം ചെന്ന് കഴിഞ്ഞാൽ ടാക്സിം സ്ക്വയറിൽ എത്തിച്ചേരാം. ഒരിക്കലും നിലയ്ക്കാത്ത ജനപ്രവാഹമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.
ഇപ്പോൾ തന്നെ നമ്മൾ ആയിരക്കണക്കിന് മനുഷ്യരെ ഈ സ്ട്രീറ്റിൽ കണ്ടിരുന്നു, ആയിരക്കണക്കിന്. അപ്പോൾ ഇത് വീണ്ടും നമ്മുടെ ഹിസ്റ്റോറിക് ട്രാം വരുന്നുണ്ട്. മനോഹരമായ ഒരു കാഴ്ചയാണ് ഹിസ്റ്റോറിക് ട്രാം. ടാക്സിമിൽ നിന്ന് ട്യൂണൽ സ്ക്വയറിലേക്കാണ് ഇത് പോകുന്നത്. രസകരമായൊരു കാഴ്ച. നടന്ന് നമ്മൾ ഇസ്തിക്ലാൽ സ്ട്രീറ്റിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ടാക്സിം സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയറിൽ ഒരു നിർമ്മിതിയുണ്ട്. നമുക്ക് അവിടേക്കൊക്കെ പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇസ്താൻബുൾ നഗരത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ടാക്സിം സ്ക്വയറാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഹിസ്റ്റോറിക് ട്രാം തുടങ്ങുന്നത്. ഈ ടാക്സിം സ്ക്വയറിൽ നിന്ന് ട്യൂണൽ സ്ക്വയർ വരെയാണ് സർവീസ് നടത്തുന്നത്. ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വന്ന് സെൽഫി എടുക്കാനും മറ്റുമായിട്ടൊക്കെ ഇവിടെ തിരക്ക് കൂട്ടുന്നുണ്ട്. ടാക്സിം സ്ക്വയറിലെ ഒരു ഐക്കോൺ എന്ന് പറയുന്നത് ഈ ഒരു നിർമ്മിതിയാണ്. ഇത് ടർക്കിയുടെ വിപ്ലവ നായകനായ അത്താതുർക്കിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു നിർമ്മിതിയാണ്. ഇവിടെ നമുക്ക് അത്താതുർക്കിനെ കാണാം, മുസ്തഫ കമാൽ അത്താതുർക്ക്. അപ്പോൾ ഇത് ടർക്കിയുടെ ഇൻഡിപെൻഡൻസ് വാർ അതിനെ കൊമമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഈ ഭാഗങ്ങളിലൊക്കെ സോൾജിയേഴ്സാണ്, അവരെയാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗം. അതുപോലെ ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ നോർത്തേൺ ഭാഗത്ത് അത്താതുർക്കിൻ്റെ പ്രതിമയാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് ടാക്സിം സ്ക്വയറിലെ ഒരു പ്രത്യേകമായ കാഴ്ച. പീരങ്കികളും ഒക്കെയായി വിപ്ലവം നയിക്കുന്ന പോരാളികളെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ടാക്സിം സ്ക്വയറിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കാണാതെ പോകാൻ പറ്റില്ല. ഓക്കെ, അവിടെ ഐ ലവ് ഇസ്താൻബുൾ എന്ന ഒരു സംഭവം കാണാം. അപ്പോൾ അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് സഞ്ചാരികളിലൂടെ വരാറുണ്ട്. അങ്ങനെ ടാക്സിം സ്ക്വയറിൻ്റെ കാഴ്ചകളോടുകൂടി ഇസ്താൻബുൾ പര്യടനം അവസാനിക്കുകയാണ്. ഇസ്താൻബുളിലെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ നമ്മൾ ഒരുമിച്ച് കണ്ടു. ഇതുപോലെ ഇനിയും പുതിയ പുതിയ കാഴ്ചകളുമായി നമുക്ക് തീർച്ചയായും വീണ്ടും കാണണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്തുക, അങ്ങനെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാഴ്ചകളുമായി തീർച്ചയായും നമുക്കിനിയും വീണ്ടും വീണ്ടും കണ്ടുമുട്ടാം. പുതിയ പുതിയ പ്രദേശങ്ങളും പുതിയ വീഡിയോകളും പുതിയ വിശേഷങ്ങളും ഒക്കെയായി. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ബൈ ഫോർ നൗ.